രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും വലിയ രീതിയിൽ നിലവിളിയായിരുന്നു വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുഴുവൻ ആ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് അങ്ങ് തീർക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും. പക്ഷെ രാഹുൽ ഗാന്ധിക്ക് ഒരു സന്തോഷമില്ല. ചുമ്മാ പുകമറ സൃഷ്ടിക്കാമെന്ന് വിചാരിച്ചത് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്തോ പണിയാണ് കാണിച്ചത്. പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ കുഴപ്പമുണ്ട്, ഒരു വീട്ടിൽ നിന്ന് 80 വോട്ടുണ്ട്, 124 വയസ്സായവരുടെ അമ്മൂമ്മ വോട്ടർ പട്ടികയിലുണ്ട്, ഇന്നൊക്കെയുള്ള ഈ അനാവശ്യവും അതുപോലെ തന്നെ അനുചിതവും അന്വേഷിക്കാതെയും ഉള്ളതായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് ഇലക്ഷൻ കമ്മീഷനെ ഒന്ന് നാറ്റിച്ചിട്ട്, ഇതെൻ്റെ കുറ്റം കൊണ്ടല്ല, ഇലക്ഷൻ കമ്മീഷൻ്റെ കുറ്റം കൊണ്ടാണ് ഞാൻ തോൽക്കുന്നത്, ഇലക്ഷൻ കമ്മീഷനും പ്രധാനമന്ത്രിയും തമ്മിൽ ഒത്തുകളിയാണ് എന്നൊക്കെ വരുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്നുള്ള യാത്രയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അശനിപാതം പോലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിവിഷൻ എന്നുള്ള സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നാണ് അതിൻ്റെ സ്പെഷ്യൽ ഇൻറ്റൻസീവ്, അതാണ് സമഗ്രം എന്ന് പറയുന്നത്. റിവിഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി നടപ്പാക്കി ബീഹാറിൽ നടത്താപ്പി. അതും കുഴപ്പമാണ്, വോട്ടർമാർക്കൊന്നും പേര് ചേരാൻ സമയം കിട്ടില്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രകടനം നടത്തി. കോടതിയിൽ പോയി, കോടതി പറഞ്ഞു ഇത് ഇപ്രകാരം അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. കൂടുതലായിട്ട് കോടതി പറഞ്ഞ ഒരു കാര്യം, ആധാർ കാർഡും കൂടി ഒരു രേഖയായിട്ട് 12 രേഖകളുണ്ട്, അതിലേതെങ്കിലും ഒന്ന് മതി. അതിലിപ്പോൾ ആധാറും കൂടി ഉൾപ്പെടുന്നുണ്ട്, ആധാർ കാണിച്ചാലും വോട്ട് കിട്ടും. വളരെ സുതാര്യമാണത്. അതിനകത്തും കുഴപ്പങ്ങൾ കാണിച്ചുകൊണ്ട് അത് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ് പ്രശ്നമാക്കിക്കൊണ്ട് ഇഷ്യൂ ആകുക. സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വിലക്കയറ്റമാണ്, കുംഭകോണമാണ്, അഴിമതിയാണ്, തൊഴിലില്ലായ്മയുണ്ട്, ദാരിദ്ര്യമുണ്ട്. ഈ വക വിഷയങ്ങളൊന്നും ഉന്നയിക്കാൻ കഴിയില്ല. കാരണം ഈ നിലയെല്ലാം വളരെ ഭദ്രമാക്കി കഴിഞ്ഞു കേന്ദ്ര ഗവൺമെൻറ്. അപ്പോൾ പിന്നെ വോട്ടർ പട്ടിക നോക്കി അതിനകത്ത് നിന്ന് ചില കൗതുകങ്ങൾ, ഈ 140 കോടി ജനങ്ങളുള്ള രാജ്യത്തെ 100 കോടി ജനങ്ങളുടെ പട്ടിക എന്ന് പറയുന്നത് ഒരിക്കലും അപ്ഡേറ്റഡ് ആവുകയില്ല. നടപ്പിലാക്കാൻ സമ്മതിക്കില്ലെന്നാണ് പറയുന്നത്. അത് തുടങ്ങിക്കഴിഞ്ഞു, അവരെ നടപ്പാക്കാൻ അവരുടെ അനുവാദമൊന്നും വേണ്ട. പൗരത്വ ഭേദഗതിക്ക് സമയത്ത് ഇത്തരം നടന്നത് ഇതൊന്നും നടക്കാൻ നേരെ ഒരു കാര്യം നടത്താൻ സമ്മതിക്കില്ല. ഇൻസ്പൈറ്റ് ഓഫ് ദിസ് ആണ് ഇന്ത്യ ഈ പുരോഗതി കൈവരിച്ചത്. ഇന്ത്യ 4ാം സ്ഥാനത്തെത്തിയത് ഇൻസ്പൈറ്റ് ഓഫ് ദം. ഈ വൃത്തികെട്ട പ്രതിപക്ഷത്തിന് എതിരായിട്ടാണ്, അവരെ നേരിട്ട് കൊണ്ടാണ് ഈ സ്ഥിതിയിൽ നമ്മളെത്തിയത്. ഇത് തകർക്കാനുള്ള ശ്രമം ഓരോ ഘട്ടത്തിലും രാഹുൽ ഗാന്ധിയും കൂട്ടരും നടത്തിയിരുന്നു. ഇൻസ്പൈറ്റ് ഓഫ് ദം വി അച്ചീവ്ഡ് 4th പൊസിഷൻ ഇൻ ദി എക്കണോമിക് സ്റ്റാറ്റസ് ഇൻ ദി വേൾഡ്. ഇനി നമ്മൾ അതിനപ്പുറത്തേക്ക് പോകും, 3ാം സ്ഥാനത്തേക്ക് പോകും നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ്. കാലിബ്രേറ്റഡ് ആക്ഷൻ വഴി അത് പോട്ടെ. അവർ ഈ കടന്ന് ബഹളം വെച്ചിട്ട് യാതൊരു കഴിവില്ല. ചാണകത്തിനകത്തിൽ ഈ പുഴുക്കൾ നുരയ്ക്കുന്ന പോലെ മാത്രമേ ഉള്ളൂ, അതിനപ്പുറം വലിയ പ്രസക്തി, കുണ്ടളപ്പുഴു നുരയ്ക്കുന്ന പ്രസക്തിയേ ഉള്ളൂ. കാരണം സ്വയം പ്രതിപക്ഷമല്ലാതായി കഴിഞ്ഞു അവർ, പ്രതിപക്ഷത്തിൻ്റെ വില കെടുത്തി കഴിഞ്ഞു അവർ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ സമഗ്ര പരിഷ്കരണത്തിനുള്ള നടപടി ആൾറെഡി തുടങ്ങി, ആരുടെ അനുവാദം വേണ്ട. ആദ്യമായിട്ട് ചെയ്തത് 2002 തദ്ദേശ തെരഞ്ഞെടുപ്പ് അല്ല, നമ്മൾ ഓർക്കണം. അതാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. കേരളത്തിൽ സുരേഷ് ഗോപിക്കെതിരെയും ശ്രമിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ ശ്രമിച്ചു. ഞാനൊന്ന് പറഞ്ഞ് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ കമ്മീഷൻ, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഒന്നല്ല. അത് നടത്തുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. ആ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. ആ കമ്മീഷൻ്റെ കീഴിലാണ് നടക്കുന്നത്. അവരാണ് അതിൻ്റെ പട്ടിക എല്ലാം പരിശോധിക്കുന്നതും തയ്യാറാക്കുന്നതും. മനസ്സിലായോ? ഇവിടെ ഇപ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ ചുമതല ഇവിടെ വഹിക്കുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അല്ല. ഇതിന് ഇവിടെ ഉള്ളത് അതിൻ്റെതായിട്ടുള്ള ഒരു ഇലക്ടറൽ ഓഫീസറാണ്. അദ്ദേഹം ഇപ്പോൾ കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ പേരാണ് ഡോക്ടർ രത്തൻ യു കേൽക്കർ. കാരണം വളരെ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന കാര്യം അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ രത്തൻ യു കേൽക്കർ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, നമ്മളീ പറയുന്നതിൻ്റെ തലേ ദിവസം, കേരളത്തിലെ 2002 വോട്ടർ പട്ടിക, അതായത് കേന്ദ്ര പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക്, നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഇത് രണ്ടും നടത്തുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. ഇതിനുള്ള വോട്ടർ പട്ടിക ഇത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അത് പ്രകാരം നോക്കുമ്പോൾ 2025 നമ്മൾ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ നിന്ന് 53
2.5 ലക്ഷം വോട്ടർമാരുടെ കുറവുണ്ട്. മനസ്സിലായോ? അതായത് 2002 നമ്മൾ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ നിന്ന് 2025 പ്രസിദ്ധീകരിച്ച പട്ടികയിൽ 53.25 ലക്ഷം പേർ കൂടുതലുണ്ട്. സ്വാഭാവികമാണ്. ഇപ്പോൾ കമ്മീഷന്റെ പരിശോധന എന്താണെന്ന് വെച്ചാൽ 2002 ഈ 53 ലക്ഷം പേർ ചേർന്നത് യഥാർത്ഥത്തിലുള്ളതാണോ എന്ന് പരിശോധിക്കുക. ഇതിൽ നല്ല കാര്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് CPM മരിച്ചവരുണ്ടോ, വിദേശത്ത് പോയി പൗരത്വം എടുത്തവരുണ്ടോ, പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധന, ആ പരിശോധന വെച്ച് നല്ല നടത്തേണ്ടത്. അപ്പോഴല്ലേ ഈ ഇലക്ഷൻ വോട്ടർ പട്ടിക ക്രമത്തിലുള്ളതാവൂ. അതാണ് നടക്കുന്നത്. അതിനെ എതിർത്തുകൊണ്ടിരിക്കുക. നേരെ ചൊവ്വേ ഒന്നും നടക്കരുതെന്നുള്ളതാണ് രാഹുൽ ആൻഡ് കോയുടെയും പിണറായി പറയുന്നത് കേരളത്തിൽ നടത്താൻ സമ്മതിക്കില്ല. അപ്പോൾ കള്ള വോട്ടർ പട്ടിക വെച്ചിട്ട് മതിയോ? കള്ള വോട്ടുകളുള്ളത് മതിയോ? കള്ള വോട്ടുകളുണ്ടെന്ന് ഇവർ തന്നെയല്ലേ പറഞ്ഞത്. അത് വെച്ച് മതിയോ? അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും സംശയിക്കും. അപ്പോൾ ഇത് ആളുകളെ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 18 വയസ്സ് പൂർത്തിയാക്കിയവരുണ്ടാവുമല്ലോ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ. അപ്പോൾ അവരെങ്ങനെ വോട്ടർ പട്ടികയിൽ കയറും? ഒരു കുഴപ്പവുമില്ല, കയറാം. എങ്ങനെ? ഈ പട്ടിക പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ www.ceo.kerala.government.in എന്നൂടെ പറയാം. www.ceo.kerala.government.in ആ സൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേര് ചേർക്കാം. ആ പേര് ചേർക്കുന്നതിന് ആധാർ ഒരു അവലംബമായിട്ട് എടുക്കാം. ആധാർ അല്ലാതെ വേറെ ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെയുള്ള കാർഡുകൾ 12 എണ്ണം ഉണ്ട്. ആ തരത്തിൽപ്പെട്ട അംഗീകാരമുള്ള 12 കാർഡിൽ ഏതെങ്കിലും അതിൽ സൈറ്റിൽ തന്നെ തരും. അത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വോട്ട് അതിൽ കൂടുതലായിട്ട് ചേർക്കാം. അപ്ലോഡ് ചെയ്യണം. ഇനി 2002 തന്നെ വോട്ടുള്ളവരുണ്ടല്ലോ ഈ ലിസ്റ്റിൽ, അവരൊന്നും ചെയ്യണ്ട. പക്ഷേ തങ്ങൾ ഇവിടെ വോട്ടറാണ്, ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന് തെളിയിക്കുന്നതിനായിട്ട് സൈറ്റിൽ ഒരു ഫോം കിട്ടും. അത് ഓൺലൈനായി തന്നെ ഈ ഫോമിൽ ഫില്ലപ്പ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വോട്ട് ഉറപ്പായിട്ട് അവിടെ തന്നെ ഉണ്ടാവും. വളരെ സുതാര്യമാണ് ഈ കണ്ടീഷൻസ്. ഇപ്പം എല്ലാവർക്കും ഒരു ചോദ്യം വരാം, എല്ലാവർക്കും സ്മാർട്ട് ഫോൺ ഇല്ല. ശരിയാണ്. അങ്ങനെയുള്ളവർക്കാണ് ഈ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി അവരുടെ വോട്ട് ഉറപ്പുവരുത്താം. ആ രീതിയിലാണ്. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഓരോ തലത്തിലും ബൂത്ത് ലെവൽ ഓഫീസർമാരുണ്ടാവും. ബൂത്ത് ലെവൽ ഒഫീഷ്യൽ അല്ല, ബൂത്ത് ലെവൽ ഓഫീസർമാർ. അത് കേരള ഗവൺമെൻറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്നവരാണ്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോട്ട് ഉൾപ്പെടുത്താനുള്ളത് അവർ ചെയ്തു തരും. വളരെ സുതാര്യമായിട്ടുള്ള കാര്യങ്ങളാണിത്. പിന്നെ ഇതിനപ്പുറം എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിക്കുന്ന സമയത്തും ഇത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അങ്ങനെ വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ്, സുതാര്യമാവുന്ന ഒരു സംഭവം. ഇതിനകത്ത് കള്ളത്തരം എവിടെയാണ്? അഴിമതി എവിടെയാണ്? BJPയുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ എവിടെയാണ്? പാർട്ടിക്കാരുടെ ഇടപെടൽ എവിടെയാണ്? ഒന്നുമില്ല. എല്ലാം സുതാര്യമായിട്ട് നടക്കാൻ ആ നടപടിയുമായിട്ട് പോവുകയാണ്. ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ. ഈ രാഹുൽ ഗാന്ധി എതിർക്കും. അങ്ങനെയാണെങ്കിൽ ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് അദ്ദേഹമാണല്ലോ ചൂണ്ടിക്കാട്ടിയത്. അതെ. പക്ഷേ അങ്ങനെയാണെങ്കിൽ അത് പരിഹരിക്കാന്ന് പറയുമ്പോൾ എന്താണ് ഈ കോൺഗ്രസ് പാർട്ടി പിന്തുണയ്ക്കാത്തത്? അതാണ്, ഇത് ചൊവ്വയല്ല എന്നൊരു ബോധ്യം ജനങ്ങൾക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ല, എനിക്കൊന്ന് ഒരു നേപ്പാൾ പോലൊരു സ്വപ്നങ്ങൾ കോൺഗ്രസ് ഉണ്ടായിരുന്നു. അതായിരുന്നു ലക്ഷ്യം. വോട്ട് ചോരി എന്ന് പറഞ്ഞ് ബീഹാറിലൂടെ പ്രത്യേകിച്ചും ന്യൂനപക്ഷ കേന്ദ്രിത ജില്ലകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു വിപ്ലവമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ പകരം ഉണ്ടായത് വിപ്ലവം കാഠ്മണ്ഡുവിലാണ്. കാഠ്മണ്ഡുവിൽ വിപ്ലവം നടത്തിയവർ പറഞ്ഞത് നരേന്ദ്രമോദിയെ പോലൊരു പ്രധാനമന്ത്രിയെ ഞങ്ങൾക്ക് വേണമെന്നാണ്. ഇപ്പം രാഹുലിനുള്ള മറുപടി നേപ്പാളിലെ യുവജനങ്ങൾ കൊടുത്തു കഴിഞ്ഞു.